ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചോ? ഞങ്ങൾ ഇന്നലെ രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇരുളത്തേക്ക് പോകുക കേട്ടോ, മെഗാ പൂക്കളം കാണാൻ വേണ്ടിയിട്ട്. വാർത്തയിലും റീലിലും ഒക്കെ കണ്ടില്ലായിരുന്നോ? ഈ കലാപരിപാടികളിലേക്ക് ഏവരെയും കൃത്യമായി ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ചരിത്രത്തിലെ തന്നെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് 25,000 സ്ക്വയർ ഫീറ്റിൽ തീർത്ത ഈ പൂക്കളം കാണുന്ന പ്രിയ കാണികളെ, ഈ ഉദ്യമത്തിന്റെ വിജയത്തിനായി ഞങ്ങളുടെ സമ്മാന കൂപ്പൺ എടുത്തുകൊണ്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഈ സമ്മാന കൂപ്പന്റെ ഒന്നാം സമ്മാനം ആദി ഫാൻസി ഇരുളം സ്പോൺസർ ചെയ്യുന്ന വാഷിംഗ് മെഷീൻ. രണ്ടാം സമ്മാനം ഇരുളം പാത്രക്കട. ഈ ഉദ്യമത്തിന്റെ വിജയത്തിനായി സമ്മാന കൂപ്പൺ എടുത്തുകൊണ്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഇരുളം ലയൺസ് ക്ലബും മറ്റ് പ്രാദേശിക ക്ലബുകളും സാമൂഹിക സാംസ്കാരിക സംഘടനകളും ഒരുമിച്ച് കൈകോർത്ത് ഇവിടെ അരങ്ങേറുമ്പോൾ 27-ാം തീയതി നാളെ ഇരുളം സെൻസ് ചർച്ചിൽ നടക്കുന്നു. വിവിധ കലാപരിപാടികൾ കൂടാതെ മെഗാ തിരുവാതിര. നിങ്ങളുടെ കാതുകൾക്ക് ഇമ്പം പകർന്നുകൊണ്ട് സ്റ്റാർ വോയിസ് കാലിക്കറ്റ് അവതരിപ്പിക്കുന്ന ഗാനമേള. നമുക്ക് മോളിൽ പോയി നിന്നിട്ടൊന്ന് വീഡിയോ എടുക്കാൻ ചേട്ടായി. അക്കു എന്തിയെ? നിങ്ങൾ തൂങ്ങിയാൽ അത് താഴേക്ക് പോകുന്നതാണ്. ദയവേത് ബാരിക്കേഡുകളിൽ നിങ്ങൾ പിടിക്കരുത് എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ സുരക്ഷയ്ക്കായി ഞങ്ങൾ തീർത്ത ബാരിക്കേഡിൽ ദയവ് ചെയ്ത് പിടിക്കരുത് എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. വാഹനങ്ങൾ ഇരുളം സ്കൂളിന്റെ ഗ്രൗണ്ടിലായി ഒരു പൂക്കളം ഇട്ടേക്കുന്നത്. പിന്നെ മഴയൊക്കെ പെയ്യുമ്പോൾ വെള്ളം ഒഴുകി പോകാൻ വേണ്ടി 4 ഇരുളം ഗ്രൗണ്ടിൽ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കാത്ത രീതിയിൽ പാർക്ക് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഇരുളം ഒരു സമയത്ത് നല്ല ഫേമസ് ആയിരുന്നു, മണിയൻ എന്ന കാട്ടാനയുടെ പേരിൽ. ഇപ്പോൾ ഈ മെഗാ പൂക്കളത്തിൻ്റെ പേരിൽ നല്ല ഫേമസ് ആയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ മണിയൻ ചരിഞ്ഞതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് മണിയനെയും ഈ പൂക്കളത്തിൽ ഉണ്ട്. $25,000 സ്ക്വയർ ഫീറ്റിലായി ഒരു പൂക്കളം ഉണ്ടാക്കിയേക്കുന്നത്. ഞങ്ങൾ തിരുവോണത്തിന് അന്ന് രാവിലെ തന്നെ കേട്ടോ പോയത്. എന്നിട്ടും ഭയങ്കര തിരക്കായിരുന്നു. ഏതായാലും മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എന്തിനെ ഈ സമ്മാന കൂപ്പൺ എടുത്തുകൊണ്ട് ഈ ഉദ്യമത്തിൽ എന്തെങ്കിലും താഴെ പോയോ? ഫോൺ എന്തിയെ? ഇതെന്നാ സമ്മാന കൂപ്പൺ എടുത്തോ? ചാരി നിൽക്കരുത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ ട്രാഫിക് ബ്ലോക്ക്
ഉണ്ടാകുന്ന രീതിയിൽ പാർക്ക് ചെയ്ത് പൂക്കളം കാണാൻ വരരുത് എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഞങ്ങൾ പോയതൊക്കെ ചെതലയം ഫോറസ്റ്റിൽ കൂടെ കേട്ടോ. ഈ കാടിൻ്റെ ഉള്ളിൽ നായ്ക്കന്മാർ ഇതുപോലെ ചെറിയ ചെറിയ ഷെഡുകളൊക്കെ വെച്ച് താമസിക്കുന്നുണ്ട്. ഇതിനകത്ത് എന്നൊക്കെയാ? മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഒരു 4 പച്ചമുളകും, ഒരു തക്കാളി. ഒരു തക്കാളി നടുവേ മുറിച്ചതേ ഉള്ളൂ അല്ലേ? അങ്ങനെ തന്നെ ഇട്ടു, മുറിക്കാതെ. വെന്ത് വരണം. ഒരു 10 മിനിറ്റ് സിമ്മിട്ട് ഒരു വിസിൽ ഒഴിച്ചാൽ. വീട്ടിലെത്തിയപ്പോൾ തന്നെ സമയം 1 മണിയായി. പിന്നെ വേഗം ബിരിയാണി ഉണ്ടാക്കുക കേട്ടോ. ബീഫ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, തണുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട്. തണുപ്പൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാം അരിഞ്ഞും ഇറച്ചിയൊക്കെ കഴുകി കൊടുക്കുകയും അരി കഴുകി കൊടുക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. ചേട്ടായി പെട്ടെന്ന് ബിരിയാണിയൊക്കെ ആക്കി. ബിരിയാണി വെക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, തിരക്കല്ലായിരുന്നു. 1 മണിയായി. പിന്നെ വേഗം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കാനുള്ള തിരക്കായിരുന്നേ. ഞങ്ങൾ പൂക്കളം കാണാൻ പോയ സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ മഴ ചെറുതായിട്ട് ചാറുന്നുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോഴത്തേക്ക് നല്ല പെരുമഴയായിരുന്നു. പിന്നെ ബിരിയാണിയൊക്കെ ആക്കി കഴിച്ച് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയൊക്കെ തോർന്നു. പിന്നെ മുറ്റത്ത് കാട് പറിക്കണം എന്നൊക്കെ വിചാരിച്ച് കുറച്ച് ദിവസമായി ഇരിക്കുന്നു. 1-2 ആഴ്ച പനിയൊക്കെ പിടിച്ച് കിടന്നതുകൊണ്ടേ മുറ്റമൊന്നും ശരിക്കും അടിക്കുകയോ ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഫുള്ള് കാടായിട്ടുണ്ടായിരുന്നു. മഴയൊക്കെ ഏതായാലും ബിരിയാണിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തോർന്നത് കൊണ്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇറങ്ങി കേട്ടോ മുറ്റത്ത് കാട് പറിക്കാൻ വേണ്ടിയിട്ട്. വേഗം പിന്നെ മുറ്റത്തെ കാടൊക്കെ പറിച്ച് മുറ്റമൊക്കെ അടിച്ച് വാരി വൃത്തിയാക്കി. തിരുവോണത്തിൻ്റെ അന്നത്തെ ഞങ്ങളുടെ ഒരു ദിവസം ഇങ്ങനെയായിരുന്നേ. മുറ്റമൊക്കെ കാടൊക്കെ പറിച്ച് വൃത്തിയാക്കലും എല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് 7 മണി ആയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോയാണ്. വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.